നമസ്കാരം. കൊച്ചി വടുതലയിലെ ആ വീട്ടിൽ നിന്ന് പുറത്തു വന്ന വാർത്ത കേരളത്തെ ഒന്നടങ്കം മരവിപ്പിച്ചു കളഞ്ഞു. ഒരു കുടുംബത്തിലെ 5 പേർ, 3 പിഞ്ചു കുഞ്ഞുങ്ങൾ, അമ്മയും അമ്മുമ്മയും. തിരുവനന്തപുരം വിളപ്പിൻചാല സ്വദേശികളായവർ എന്തിനാണ് കൊച്ചിയിലെ ആ വാടക വീട് തന്നെ തിരഞ്ഞെടുത്തത്? 8 മാസത്തിനിടെ ആ കുടുംബത്തിന് എന്തു പറ്റി? ഇത് വെറുമൊരു ആത്മഹത്യയാണോ, അതോ അതിന് പിന്നിൽ മറ്റാരും അറിയാത്ത കാരണങ്ങളുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. മരിച്ചത് അശ്വതി, അമ്മ ശ്രീകുമാരി, പിന്നെ അശ്വതിയുടെ മക്കളായ കാർണിവൻ, കീർത്തിവൻ, അക്ഷിത. തിരുവനന്തപുരം പൂവച്ചലിലെയും വിളപ്പിൻശാലയിലെയും നാട്ടുകാർക്ക് ഇവരെയൊക്കെ അറിയാം. പക്ഷേ അവർ കൊച്ചിയിലാണ് എന്ന കാര്യം പലരും അറിഞ്ഞത് ഈ മരണവാർത്ത വന്നപ്പോൾ മാത്രമാണ്. അശ്വതിയുടെ ഭർത്താവ് അക്ഷത് മരിച്ച് വെറും 8-ാം മാസമാണ് ഈ ദാരുണമായ അന്ത്യം സംഭവിച്ചത്. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകൻ കാർണിവന്റെ ചികിത്സയ്ക്കായി എന്നാണ് ഇവർ വീട്ടുടമയോട് പറഞ്ഞിരുന്നത്. എന്നാൽ കൊച്ചിയിലെത്തിയ ശേഷം കുട്ടി സ്കൂളിൽ പോയിരുന്നില്ല. സ്വന്തം വീട് വാടകയ്ക്ക് നൽകി കുടുംബനാഥനായ അക്ഷത്തിന്റെ ആത്മഹത്യ അശ്വതിയും അമ്മയും മാനസികമായി തകർത്തിരുന്നു. ആ ആത്മഹത്യയെ തുടർന്നുണ്ടായ മാനസികാഘാതത്തിൽ നിന്ന് മുക്തി നേടാനോ അല്ലെങ്കിൽ ആ പഴയ ഓർമ്മകളിൽ നിന്ന് ഓടിയൊളിക്കാനോ ആകാം അവർ തിരുവനന്തപുരം വിട്ട് കൊച്ചി തിരഞ്ഞെടുത്തത്. അക്ഷതിന്റെ മരണശേഷം ഭർത്താവിന്റെ വീട്ടുകാരുമായി അശ്വതിക്ക് കടുത്ത സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നു. പൂവച്ചലിലെ വീടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഇതിനിടയിലുണ്ടായി. പോലീസിൽ പരാതികൾ വരെ എത്തിയതോടെ ഈ നിയമപ്രശ്നങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ അവർ ആഗ്രഹിച്ചിരിക്കാം. മകൻ കാർണിവന്റെ ചികിത്സയ്ക്കായി കൊച്ചിയിൽ പോകുന്നുവെന്നാണ് അവർ പുറമെ പറഞ്ഞിരുന്നത്. എന്നാൽ അവിടെ എത്തിയിട്ടും കുട്ടിയെ സ്കൂളിൽ വിടുകയോ പുറത്തിറക്കുകയോ ചെയ്തില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ തങ്ങളെ ആരും കണ്ടെത്തരുത് എന്ന നിർബന്ധം അവർക്കുണ്ടായിരുന്നുവെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സ്വന്തം വീട് വാടകയ്ക്ക് നൽകി ആ പണം കൊണ്ട് കൊച്ചിയിൽ കഴിയുവാൻ ശ്രമിച്ചത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധികൾ പുറം ലോകം അറിയാതിരിക്കുവാൻ അവർ ബോധപൂർവം മറ്റുള്ളവരിൽ നിന്ന് അകന്നു കഴിഞ്ഞതാകാം. അക്ഷതിന്റെ അമ്മ ഉഷ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അശ്വതിയും കുട്ടികളെയും കാണാനില്ലെന്ന് കാട്ടി 3 തവണയാണ് ഇവർ കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയത്. ഒരിക്കൽ ആരുമില്ലാത്തപ്പോൾ പൂവച്ചലിലെ വീട്ടിലെത്തി മുറികളെല്ലാം പൂട്ടിയിട്ട് അശ്വതി മടങ്ങിപ്പോയി. കുടുംബത്തിന്റെ നെടുംതൂണായിരുന്ന അക്ഷത് 8 മാസങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്തത് ആ കുടുംബത്തെ ആകെ ഉലപ്പിച്ചു. ഒരു വ്യാപാരിയായിരുന്ന അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വേർപാട് അശ്വതിയും അമ്മ ശ്രീകുമാരിയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കി. അക്ഷതിന്റെ മരണശേഷം അശ്വതിയും അക്ഷതിന്റെ അമ്മ ഉഷയും തമ്മിൽ വലിയ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നു. അശ്വതി മക്കളെയും കൂട്ടി വീട് വിട്ടിറങ്ങിയത് ഉഷയെ അറിയിക്കാതെയാണ്. പിന്നീട് ഉഷ ഇല്ലാതിരുന്ന സമയത്ത് പൂവച്ചലിലെ വീട് കുത്തിത്തുറന്ന് അശ്വതി തന്റെ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോവുകയും മുറികൾ പൂട്ടിയിടുകയും ചെയ്തത് തർക്കം രൂക്ഷമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതികൾ നിലനിന്നിരുന്നു. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകൻ കാർണിവന്റെ ചികിത്സയും പഠനവും അശ്വതി അലട്ടി. കൊച്ചിയിലേക്ക് മാറിയത് ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞിട്ടാണെങ്കിലും അവിടെ എത്തിയ ശേഷം കുട്ടിയെ സ്കൂളിൽ വിടുവാനോ കൃത്യമായി ചികിത്സ നൽകുവാനോ ഇവർക്ക് സാധിച്ചില്ല എന്നത് സാമ്പത്തികമോ മാനസികവുമായ വലിയ തടസ്സങ്ങളാണ് ഇവർ നേരിട്ടത് എന്നതിന്റെ തെളിവാണ്. സ്വന്തം വീട് വാടകയ്ക്ക് നൽകി ആ തുക കൊണ്ട് മറ്റൊരു നഗരത്തിൽ വാടകയ്ക്ക് താമസിക്കേണ്ടി വന്നത് ഇവരുടെ സാമ്പത്തിക അടിത്തറ തകർത്തിരുന്നു എന്നതിന്റെ സൂചനയാണ്. നാട്ടുകാരുമായോ പഴയ സുഹൃത്തുക്കളുമായോ ബന്ധപ്പെടാതെ അവർ ഒരുതരം അജ്ഞാതവാസം തിരഞ്ഞെടുത്തത് ഈ പ്രതിസന്ധികൾ ആരും അറിയാതിരിക്കാനാകാം. ഒരു കുടുംബം മുഴുവൻ ഇല്ലാതാകുമ്പോൾ ബാക്കിയാകുന്നത് ഒരുപാട് ചോദ്യങ്ങളാണ്. തൊട്ടടുത്ത വീട്ടിൽ 5 പേർ മരിച്ചു കിടക്കുന്ന വിവരം അയൽക്കാർ പോലും അറിഞ്ഞത് ചാനലുകളിൽ വാർത്തകൾ വന്നപ്പോൾ മാത്രമാണ്. ഇടതിങ്ങി വീടുകൾ ഉള്ളതാണ് വടുതല കർഷക റോഡ് ഗ്രീൻ ഗാർഡൻ റെസിഡൻസ് ഏരിയ. എന്നാൽ മരിച്ച അശ്വതിയും കുടുംബവും അയൽക്കാരോട് സംസാരിക്കുകയോ അടുപ്പം സൂക്ഷിക്കുകയോ ചെയ്തിരുന്നില്ല. കുട്ടികൾ പോലും കളിക്കുവാനായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഇവർ വരുന്നതും പോകുന്നതുമൊന്നും ആരും ശ്രദ്ധിച്ചില്ല. വീട്ടുടമയുടെ ജ്യേഷ്ഠൻ വ്യാഴാഴ്ച അശ്വതിയും കുടുംബത്തെ കണ്ടിരുന്നു. പിറ്റേന്ന് വീട് ഒഴിയുമെന്നാണ് അശ്വതി അപ്പോൾ പറഞ്ഞത്. തൊട്ടടുത്തുള്ള വീട്ടിൽ പെയിന്റിംഗ് ജോലികൾ നടക്കുന്നതിനാൽ അവരുടെ കാർ അശ്വതി താമസിക്കുന്ന വീട്ടിലേക്ക് അപ്പോൾ മാറ്റിയിടുകയും ചെയ്തു. അശ്വതിയും കുടുംബവും പോകുമ്പോൾ ഈ വീട്ടുകാർ ഇവിടേക്ക് കുറച്ചു ദിവസത്തേക്ക് താമസം മാറ്റാനും തീരുമാനിച്ചിരുന്നു. ഇതിന് മുന്നോടിയായി വീട് വൃത്തിയാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾക്കാണ് വീട്ടുടമയുടെ ജ്യേഷ്ഠന്റെ മകൻ ഇന്നലെ സ്ഥലത്തേക്ക് എത്തിയത്. വീട്ടിലെത്തി അശ്വതിയെ വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല. ഉള്ളിൽ AC പ്രവർത്തിക്കുന്നതും ദുർഗന്ധം വമിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സ്ഥലം കൗൺസിലർ ആൽബർട്ട് അമ്പലത്തിങ്കലിനെ വിവരമറിയിച്ചത്. കൗൺസിലർ എത്തി മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് വീട് തുറന്നു നോക്കുമ്പോഴാണ് ശ്രീകുമാരി, അശ്വതി എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടത്. ഉടൻ തന്നെ ഇവർ പോലീസിന് വിവരം അറിയിച്ചു. തുടർന്നുള്ള പരിശോധനയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടതെന്നാണ് ആൽബർട്ട് പറയുന്നത്. അശ്വതിയും അമ്മയും തൂങ്ങി മരിച്ച മുറിയിലെ ഫാനിൽ പകുതി മുറിച്ചു നീക്കിയ നിലയിൽ ഷാൾ കെട്ടിയിരുന്നതായി പോലീസ് കണ്ടെത്തി.
ഇടതുവശത്തെ മുറിയിലെ കട്ടിലിൽ പുത്തൻ ഉടുപ്പുകൾ ധരിപ്പിച്ച് ഫാൻസി സൺഗ്ലാസുകൾ വെച്ച് കിടത്തിയിരുന്ന നിലയിലായിരുന്നു ഇളയ 2 കുട്ടികളുടെ മൃതദേഹങ്ങൾ. മറ്റൊരു മുറിയിൽ താഴെ ബെഡ്ഷീറ്റ് വിരിച്ച് ഷെർവാണി ധരിച്ചു കിടത്തിയ നിലയിലായിരുന്നു മൂത്ത കുട്ടിയുടെ മൃതദേഹം. ഫെബ്രുവരിയിലാണ് അശ്വതി കുഞ്ഞുങ്ങളും അമ്മയുമായി വീടിന്റെ താഴത്തെ നില വാടകയ്ക്കെടുത്തത്. ഇരുനില ആഡംബര വീടിന്റെ ഉടമസ്ഥർ വിദേശത്താണ്. അടച്ചിട്ട വീട് ആരും താമസിക്കാതെ നശിച്ചു പോകുമെന്ന വിഷമത്തിലാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കണ്ടുമുട്ടിയ അശ്വതിക്കും കുടുംബത്തിനും താമസിക്കുവാനായി വാടകയ്ക്ക് നൽകിയതെന്നാണ് വിവരം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത നോർത്ത് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അശ്വതി, ശ്രീകുമാരി എന്നിവരുടെ മൃതദേഹങ്ങൾ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്കും കുട്ടികളുടേത് എറണാകുളം ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്കുമാണ് മാറ്റിയത്. അശ്വതിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ എത്തിയ ശേഷം ഇന്ന് രാവിലെ എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. സിറ്റി DCP അശ്വതി ജിജി, സെൻട്രൽ ACP പ്രേമാനന്ദ കൃഷ്ണൻ എന്നിവർ സ്ഥലത്തെത്തി നടപടികൾക്ക് മേൽനോട്ടം നൽകി. TJ വിനോദ് MLA സ്ഥലത്തെത്തിയിരുന്നു. ഭർത്താവ് അക്ഷത്തിന്റെ മരണത്തിന് 1 മാസത്തിന് ശേഷം അശ്വതി പൂവച്ചലിലെ വീട്ടിൽ നിന്ന് കുട്ടികളുമായി പോയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വീട് വാടകയ്ക്കെടുത്ത് 2 മാസത്തിന് ശേഷം അശ്വതിയും മാതാവും വന്നിരുന്നതായും ഇടയ്ക്ക് ഫോൺ വിളിക്കുന്ന പതിവുണ്ടായിരുന്നുവെങ്കിലും അടുത്ത കാലത്തായി നിലച്ചുവെന്നുമാണ് വാടകയ്ക്ക് താമസിക്കുന്നവർ പറയുന്നത്. ഫെബ്രുവരിയിലാണ് അശ്വതിയും കുഞ്ഞുങ്ങളും അമ്മയുമായി വടുതലയിലെ വീടിന്റെ താഴത്തെ നില വാടകയ്ക്കെടുത്തത്. ആരും താമസിക്കാതെ വീട് നശിച്ചു പോകുന്ന സാഹചര്യത്തിലായിരുന്നു ഈ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടിയ അശ്വതിക്കും കുടുംബത്തിനും വീട്ടുടമ താമസിക്കുവാനായി വീട് നൽകിയത്. 2 മാസത്തിനായിരുന്നു കരാർ. ഇതിന്റെ പണവും നൽകി. മാർച്ച് 20-ന് ഇവർ ഒഴിയേണ്ടതായിരുന്നു എന്നാണ് വിവരം. 2 മാസമായി അശ്വതിയും കുടുംബം ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും അയൽവാസികൾ ആരുമായും തന്നെ ബന്ധമുണ്ടായിരുന്നില്ല. ടാക്സിയിൽ പുറത്തേക്ക് പോകുന്നതും വരുന്നതും മാത്രമാണ് ഈ അയൽക്കാർ കണ്ടിട്ടുള്ളത്. വീട്ടുടമയുടെ ജ്യേഷ്ഠൻ വ്യാഴാഴ്ചയും അശ്വതിയും കുടുംബത്തെ കണ്ടിരുന്നു. പിറ്റേന്ന് വീടൊഴിയുമെന്നാണ് ഇവർ പറഞ്ഞത്. സമീപത്തുള്ള മറ്റൊരു വീട്ടിലെ പെയിന്റടി നടക്കുന്നതുകൊണ്ടാണ് അവിടെയുള്ള കാർ ദുരന്തമുണ്ടായ വീട്ടിലേക്ക് മാറ്റിയിട്ടത്. ഭർത്താവിന്റെ മരണവും പിന്നാലെ ഉണ്ടായ പ്രശ്നങ്ങളും ഇവരെ തളർത്തിയിരുന്നതായാണ് വിവരം. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മരുന്നുകളും മറ്റും കണ്ടെടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് നൽകിയ പാനീയത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തി. നാട്ടുകാർക്ക് ഇപ്പോഴും അവർ അപരിചിതരാണ്. നാട്ടിൽ ആരോടും അടുപ്പമില്ലാത്ത കുടുംബമായിരുന്നു എറണാകുളത്ത് വാടക വീട്ടിൽ കൂട്ട ആത്മഹത്യ ചെയ്ത വിളപ്പിൻശാല കാരോട് കനക വിഹാറിൽ അശ്വതിയുടേത്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് വിളപ്പിൻശാലയിൽ എത്തുമ്പോഴാണ് 3 കുട്ടികളെയും അയൽവാസികൾ കാണാറുള്ളത്. പരിചയമുള്ള കുട്ടികളുടെ മരണം അയൽവാസികളെ ദുഃഖത്തിലാഴ്ത്തി. എറണാകുളം വടുതല ലൂർദ് ആശുപത്രിക്ക് സമീപം ഗ്രീൻ ഗാർഡൻ ലൈനിലെ വാടക വീട്ടിൽ ശനിയാഴ്ച രാവിലെയാണ് ഈ 5-അംഗ കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 15 വർഷം മുൻപ് അശ്വതിയുടെ പേരിൽ വാങ്ങിയ വീടാണ് വിളപ്പിൻശാലയിലുള്ളത്. ഈ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നത് അശ്വതിയുടെ അമ്മ ശ്രീകുമാരിയാണ്. ഇടയ്ക്ക് അശ്വതി മക്കളും അവിടെ വന്നു പോകുമായിരുന്നു. തകർച്ചയിട്ടിട്ട വീട് 1 വർഷം മുൻപാണ് അശ്വതി വാടകയ്ക്ക് നൽകിയത്. അശ്വതി മക്കളും ഭർത്താവ് അക്ഷത്തിന്റെ പൂവച്ചിലുള്ള വീട്ടിലായിരുന്നു താമസം. അക്ഷത് കഴിഞ്ഞ ജൂലൈ 17-നാണ് ആത്മഹത്യ ചെയ്തത്. അശ്വതിയും ഭർത്താവുമായുള്ള അഭിപ്രായ വ്യത്യാസം കുടുംബ ബന്ധത്തെ ഉലച്ചിരുന്നതായി പറയുന്നുണ്ട്. അക്ഷതിന്റെ മരണശേഷം അശ്വതിയും ഭർത്താവിന്റെ അമ്മ ഉഷയുമായി വസ്തു സംബന്ധിച്ച് തർക്കവും നിലനിന്നു. അക്ഷതിന്റെ കാർ ഉൾപ്പെടെയുള്ള 3 വാഹനങ്ങൾ വിട്ടുകിട്ടണമെന്ന ആവശ്യമായി ഉഷ പോലീസിൽ പരാതി നൽകി. അശ്വതിയുടെ അച്ഛൻ കലിയൂർ സ്വദേശി സുരേന്ദ്രൻ നായർ കുടുംബവുമായി അകന്നാണ് കഴിയുന്നത്. സഹോദരൻ അരുൺലാൽ കിളിമാനൂരിൽ താമസിക്കുകയാണ്. കാലടി സ്വദേശിയാണ് ശ്രീകുമാരി.